ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വിധി നടപ്പാക്കുന്നതിന് ഹൈക്കോടതി 10 ദിവസം വരെ ഇടക്കാല സ്റ്റേ അനുവദിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനായാണ് സമയം അനുവദിച്ചത്. സുബി വിശ്വനാഥ് ചേരുന്നു. സുബി, രാജയെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ്. എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? വിവരങ്ങൾ. ധന്യ, LDFനെ സംബന്ധിച്ചും രാജയെ സംബന്ധിച്ചും ആശ്വാസകരമായ വാർത്തയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വിധി ഹൈക്കോടതി തന്നെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇടക്കാല സ്റ്റേ ആണ് നൽകിയിരിക്കുന്നത്. 10 ദിവസം വരെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. രാജയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനാണ് സമയം അനുവദിച്ചത് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സമയത്തെ വോട്ടിംഗ് അവകാശവും MLA എന്ന നിലയിൽ ഈ കാലയളവിൽ അവകാശപ്പെടാനാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാലയളവിൽ MLA എന്ന നിലയിൽ യാതൊരുവിധ പ്രതിഫലവും വാങ്ങാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് P. സോമരാജൻ തന്നെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ദേവികുളം തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നത്. 2021 തെരഞ്ഞെടുപ്പാണ് റദ്ദാക്കിയത്. മത്സരിച്ച് വിജയിച്ച രാജയുടെ ജാതി സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ദേവികുളം തഹസിൽദാരാണ് ഈ ജാതി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നത്. അത് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു പറയ വിഭാഗത്തിൽപ്പെടുത്താൻ അദ്ദേഹത്തെ പറ്റില്ല. അദ്ദേഹം പരിവർത്തിത കുടുംബാംഗമാണ് എന്നാണ് കോടതി കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. ശരി, സുബി ഒന്ന് തുടരാമോ? റോയ് കെ പോലോസ് കോൺഗ്രസ് നേതാവ് ചേരുന്നുണ്ട്. ശ്രീ റോയ്, ഇവിടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വിധിക്കാണ് സ്റ്റേ ഉള്ളത്. രാജയെയും LDFനെയും സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം? സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ മാത്രമാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഒരാശ്വാസവും അവരെ സംബന്ധിച്ച് ഇതിന്റെ ഉണ്ടാകത്തില്ല. 10 ദിവസത്തെ ഒരു ഇടക്കാല സ്റ്റേ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാവുന്ന ഒരു സംഗതിയാണത്. ഇവര് സുപ്രീം കോടതിയിൽ ഇനിയിപ്പോ പോയി കഴിഞ്ഞാലും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളല്ലാത്ത ഒരാൾക്ക് ഏത് കോടതിയിൽ പോയി കഴിഞ്ഞാലും ആണ് എന്ന് തെളിയിക്കാൻ കഴിയത്തില്ലല്ലോ. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് 100% ആത്മവിശ്വാസമുണ്ട്. കാരണം ഒരു വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ബലത്തില് ജനങ്ങളെ കബളിപ്പിച്ച് മത്സരിച്ച ആളുകൾക്ക് അവിടുത്തെ തഹസിൽദാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ അവർക്ക് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ലല്ലോ. പക്ഷെ അങ്ങനെയാവുമ്പോൾ ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് രാജി എത്തുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായ വിധിയൊക്കെ ഒരു പിടിവള്ളിയല്ലേ? അല്ല, അത് തമ്മിലൊന്നും താരതമ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംശയലേശമന്യേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അയോഗ്യനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന്റെ കേസ് വ്യത്യസ്തമാണ്. അത് ഇതുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കള് അവിടെ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തിയിട്ടുള്ളതാണ്. മക്കളുടെ മാമോദീസ പള്ളിയിൽ വെച്ച് നടത്തിയിട്ടുള്ളതാണ്. ആ നാട്ടുകാർക്കൊക്കെ അറിയാം, ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കെല്ലാം അറിയാം ഇദ്ദേഹം എവിടെയാണ് പോകുന്നത് എന്നുള്ളത്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും ഭരണത്തിന്റെ ഒരു പിൻബലത്തില് തഹസിൽദാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാൽ അത് മതിയാവോ? അങ്ങനെ പോകാൻ പറ്റുമോ? സുപ്രീം കോടതിയിൽ അത് മതിയോ? അപ്പൊ അതുകൊണ്ട് ഇവര് എന്തെല്ലാം ചെയ്താലും, ഇനി ഏത് കാര്യങ്ങൾ ചെയ്താൽ പോലും ഇവർക്ക് ഈ പട്ടികജാതി പറയ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് കഴിയത്തില്ല. അതുണ്ടാക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് യാതൊരു ഭയപ്പാടുമില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി തന്നെ അന്തിമമായിട്ട് നിലനിൽക്കും. അതിനൊപ്പം സാവകാശമൊക്കെ നിയമത്തിന്റെ മുമ്പിൽ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട ആളുകൾക്ക് ലഭിക്കും. അങ്ങനെ മാത്രമേ ഞങ്ങൾ ഈ കേസിനെ കാണുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഇപ്പൊ CPM-നെതിരെ അടിക്കാനുള്ള ഒരു വടി എന്നതിനപ്പുറത്തേക്ക് സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഗൗരവമായ ഒരു പ്രശ്നം കൂടിയാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും. കാരണം ദേവികുളം നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു MLA പ്രതിനിധാനം ചെയ്യേണ്ട നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ 10-50 വർഷത്തോളമായിട്ട് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ഒരു പട്ടികജാതി വിഭാഗക്കാരന്റെ ഒരു അവസരമല്ലേ അവിടെ നഷ്ടപ്പെടുത്തിയത്. ഈ 2 വർഷമായിട്ട് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എത്രയോ ആളുകൾ മത്സരിക്കാനുണ്ട്. ഇതെല്ലാം ആ പാർട്ടിയിൽ തന്നെ CPM തന്നെ കാണുമല്ലോ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അത് തന്നെയല്ല, അങ്ങനെ ആ ഒരു സമൂഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന 2 വർഷക്കാലം അവരുടെ വിഭാഗത്തിൽ നിന്ന് MLA ഉണ്ടാകേണ്ടിയിരുന്നത് ഒരു കള്ള സർട്ടിഫിക്കറ്റിന്റെ ബലത്തില് അത് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹത്തെ തന്നെ വഞ്ചിച്ചിരിക്കുകയല്ലേ. ഒരു ചെറിയ കാര്യമാണ്. അതൊരു സാമൂഹ്യപരമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമല്ലേ CPM ചെയ്തിരിക്കുന്നത്.
ഇതെന്താ കള്ളപ്പട്ടയം ഉണ്ടാക്കുന്ന പോലത്തെ പരിപാടികളിലാണോ? അവിടെയൊക്കെയുള്ള ആളുകൾ നേതാക്കന്മാരുടെ ഒരു പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ വ്യാജ പട്ടയം ഉണ്ടാക്കുക, അത് കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ നിസ്സാരമാണ് ഇതെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പൗലോസ് വാർത്തയോട് പ്രതികരിച്ചതിന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകുന്നു. ലൈഫ് മിഷൻ കോഴക്കേസിൽ എം ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി. ഏപ്രിൽ 4 വരെയാണ് നീട്ടിയത്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, വിവരങ്ങൾ. ഖന്യ അല്പസമയം മുമ്പാണ് എം ശിവശങ്കറിനെ കലൂരിലെ PMLA കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് അദ്ദേഹത്തിന്റെ റിമാൻഡ് എക്സ്റ്റൻഷനാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. അത് പരിഗണിച്ചുകൊണ്ട് കോടതി സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് 14 ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ റിമാൻഡ് എക്സ്റ്റൻഷൻ നീട്ടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങളും കോടതി ആരാഞ്ഞിട്ടുണ്ട്. ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച് എക്സ്റേ എടുത്തതും മറ്റും കോടതിയെ അറിയിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഏതായാലും എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. തനിക്ക് ആരോഗ്യത്തിന് താൻ അസുഖബാധിതനാണ്, ഒപ്പം നിരപരാധിയാണ്. ഈ കേസിൽ തന്നെ മനഃപൂർവ്വം ED വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം ശിവശങ്കർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസം അതിന്റെ വാദം തുടരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എം ശിവശങ്കറിനെ അല്പസമയം മുമ്പ് റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തു. അദ്ദേഹത്തെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി 14 തീയതിയാണ് എം ശിവശങ്കർ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹത്തെ 9 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുകയാണ്. ശരി സുവി, UV ജോസിന്റെ കാര്യം എന്താണ്? ഈ ലൈഫ് മിഷൻ അഴിമതി കേസിൽ ജോസിനെ രണ്ടാമതും ED ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോഴും തുടരുകയാണോ? ധന്യ, ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട UV ജോസിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി അറസ്റ്റിലായ യൂണിടാക് MD സന്തോഷ് ഈപ്പനുമായി ഒരുമിച്ചിരുത്തിയാണ് UV ജോസിനെ ചോദ്യം ചെയ്യുന്നത്. UV ജോസിനും ഈ സന്തോഷ് ഈപ്പൻ പാരിതോഷികങ്ങൾ നൽകിയോ എന്നത് സംബന്ധിച്ച് ചില രഹസ്യ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. കോഴ പണത്തിൽ എന്തെങ്കിലും ഈ UV ജോസിന് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. നേരത്തെ UV ജോസിന്റെ മൊഴിയെടുത്തപ്പോഴൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക ഇടപാട് ഒന്നും തനിക്ക് അറിയില്ല, താൻ കരാറിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് എന്നാണ് UV ജോസ് അറിയിച്ചിരുന്നത്. എന്നാൽ അതിപ്പോൾ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് മുഖവിലക്കെടുക്കാൻ ED തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് UV ജോസിനെ കൂടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. നന്ദി സുവി. വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിനെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണവും. ഫാരിസ് അബൂബക്കറിന്റെ ഭൂമി ഇടപാടിൽ കള്ളപ്പണം ഉപയോഗിച്ചെന്ന ആരോപണത്തിലാണ് അന്വേഷണം. വിഷയത്തിൽ ED പ്രാഥമിക വിവരശേഖരണം നടത്തി. ആദായനികുതി വകുപ്പ് ഇന്നലെ ഫാരിസിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു. 92 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഫാരിസിന്റേതായ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കമ്പനികളുടെ പേരിൽ വിവിധയിടങ്ങളിൽ ഫാരിസ് അബൂബക്കറിന് ഭൂമി ഇടപാടുകളുണ്ടെന്നും വിദേശത്തു നിന്നടക്കം നിക്ഷേപം എത്തിയതായും ആദായനികുതി വിഭാഗം പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ED വിവരശേഖരണം നടത്തുന്നത്. തിരുവനന്തപുരം പാറ്റൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതിയെ ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാനാകാതെ പോലീസ്. അക്രമിയെക്കുറിച്ച് വിവരം ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന സൂചന. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആക്രമണത്തിനിരയായ വീട്ടമ്മയെ വസതിയിൽ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചു. മൂലവിളാകത്ത് വീട്ടമ്മയെ ആക്രമിച്ചയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ വിശദാംശങ്ങൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തതായാണ് പോലീസിന്റെ വിശദീകരണം. പ്രതിയെ ഉടൻ പിടികൂടാനാകുമെന്നാണ് കരുതുന്നതെന്നും പേട്ട പോലീസ് അറിയിച്ചു. അതേസമയം കഴിഞ്ഞ 13-ന് അർദ്ധരാത്രി ഉണ്ടായ അക്രമ സംഭവത്തിലെ പ്രതിയെ ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാൻ ആവാത്തതാണ് പോലീസിനെതിരായ വിമർശനങ്ങളുടെ ആക്കം കൂട്ടുന്നത്. നിയമസഭയിലടക്കം പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്തതോടെ പോലീസിനെതിരായ വിമർശനം കടുത്തു. മുഖ്യമന്ത്രിയുടെ മൂക്കും തുമ്പത്ത് നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പോലീസിനും ആഭ്യന്തര വകുപ്പിനും മൗനമാണെന്ന് പ്രതിപക്ഷ നേതാവ്. പോലീസ് എന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസാണെന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന ഒരു കാലത്ത്. അതിപ്പോൾ പോയി ഇത്രയും ദുർബലമായ, ഇത്രയും നിർവീര്യമായ ഒരു പോലീസായി മാറിയിരിക്കണം. ഒരു സ്ത്രീ വിളിച്ചൊരു പോലീസ് സ്റ്റേഷനിൽ അർദ്ധരാത്രി വിളിച്ച് പരാതി പറഞ്ഞിട്ട് അവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുന്ന പോലീസ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ അങ്ങയെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുന്നു. പരാതി നൽകാൻ വൈകിയതിനാലാണ് അന്വേഷണം തുടങ്ങാൻ താമസിച്ചതെന്ന് ആദ്യം
പോലീസിനെ ന്യായീകരിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷ ഒടുവിൽ പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. ഇതിനു പിന്നാലെയാണ് പ്രതിയെ പിടികൂടാനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയത്. സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായാണ് സൂചന. ഇയാൾ ഉടൻ പിടിയിലാകുമെന്നാണ് പേട്ട പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് 13-കാരനോട് KSRTC വനിതാ കണ്ടക്ടറുടെ ക്രൂരത. നട്ടുച്ചയ്ക്ക് ചാക്ക ബൈപ്പാസിൽ നിന്ന് ബസ്സിൽ കയറിയ 13-കാരനെ കീറിയ നോട്ട് നൽകിയതിന്റെ പേരിൽ വഴിയിൽ ഇറക്കി വിട്ടു. KSRTC വനിതാ കണ്ടക്ടറിൽ നിന്നുണ്ടായ ദുരനുഭവം ന്യൂസ് 18നോട് പങ്കുവച്ചു. സംസ്ഥാനത്ത് കടുത്ത ചൂടാണ്. ഈ കൊടും ചൂടിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരവെ കയ്യിലുണ്ടായിരുന്ന നോട്ട് കീറിപ്പോയതിന്റെ പേരിൽ ഒരു 13 വയസ്സുകാരനെ KSRTC ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറക്കിവിട്ടു. ആ ദുരനുഭവം പങ്കുവയ്ക്കാൻ ആ 13 വയസ്സുകാരൻ ഇപ്പോൾ ന്യൂസ് 18 കേരളയോടൊപ്പമുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? ഞാൻ പരീക്ഷ അതിന് 12:30 സ്കൂളിൽ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് അതിന് ബസ് കിട്ടി. ബസ് കയറി ബസ്സിൽ ഉച്ച സമയമുണ്ട്, ബസ്സിൽ ആരും ഇല്ലായിരുന്നു. കണ്ടക്ടർ ടിക്കറ്റ് ആയിട്ട് പൈസ തരുമെന്ന് ചോദിച്ചു. ഞാൻ 20 റുപ്പീസ് എടുത്ത് കൊടുത്തപ്പോൾ അത് കീറിയായിരുന്നിരുന്നു. അപ്പോൾ ഞാൻ കണ്ടക്ടർ പറഞ്ഞു ഇത് പറ്റൂല, നോട്ട് എടുക്കൂലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് പാറ്റൂർ വരെ കൊണ്ട് വിട്ടാൽ മതി, വേറെ പൈസ കയ്യിലില്ല, അച്ഛനും വരാൻ പറ്റൂല, കടയിലാണ്, തിരക്കാണെന്ന്. അപ്പോൾ അവരൊന്നും ഒന്നും പറ്റൂല, എന്നെ വേൾഡ് മാർക്കറ്റിൽ ഇറക്കിവിട്ട് ഒരു 1.5 മണിക്കൂർ അവിടെ തന്നെ ചെയ്യുന്നു. വേറെ ഒരു ബസ്സും വന്നില്ല. അങ്ങനെ നിവർത്തിയിട്ട് ഒരു അങ്കിൾ അവിടെ പോകണുണ്ട്. അപ്പോൾ ഞാൻ കൈ കാണിച്ചിട്ട് ഇന്ന് എന്നെ ചാക്കി ഇറക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞാൽ ചാക്കി ഇറക്കാൻ, അങ്ങനെ അങ്കിൾ ചാക്കി ഇറക്കി വിട്ട് ഞാൻ നടന്ന് ഇവിടുന്ന് പാറ്റൂർ നടന്നു. എത്ര മണിക്കാണ് പരീക്ഷ കഴിഞ്ഞത്? 12:30. എത്ര മണിക്ക് ബസ് കിട്ടി? 12:35. 12:35 ബസ് കിട്ടി. അപ്പോൾ ഇത് കഴിഞ്ഞ് എപ്പോഴാണ് ആ കണ്ടക്ടർ ഇറക്കി വിട്ടത്? എപ്പോഴാണ്? 12:42. ഇവിടെ തിരക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അവിടെ എത്തി. 12:42 ഇപ്പോൾ അവിടെ എത്തി, വേൾഡ് മാർക്കറ്റ്. പിന്നെ ഒരു 3/4 മണിക്കൂർ നിന്നതിന് ശേഷമാണ് എനിക്ക് ഒരു അങ്കിള് ഞാൻ സാധാരണ കിട്ടിയില്ലെങ്കിൽ ഞാൻ കൈ അണിച്ചാണ് വരണത്. അപ്പോൾ ഞാൻ ലിഫ്റ്റ് വായിച്ചപ്പോൾ അങ്കിൾ എന്നെ ചാക്ക ഇറക്കി വിട്ട്. ദുരനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു ഈ 13 വയസ്സുകാരൻ. കടുത്ത ചൂടിൽ അവിടെ ഏതാണ്ട് 3/4 മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു. നോട്ട് കീറിയതിന്റെ പേരിലാണ് കണ്ടക്ടർ വഴിയിലിറക്കി വിട്ടത്. ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. BJPക്ക് വോട്ട് ചെയ്യുമെന്ന പ്രസ്താവനയിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ കടുത്ത വിമർശനവുമായി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. റബ്ബറിന് കിലോയ്ക്ക് 300 രൂപ തന്നാൽ മറ്റൊരു തത്വവും ഇല്ല എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസം അല്ലെന്ന് ബേബി ഫേസ്ബുക്കിൽ കുറിച്ചു. BJPക്കാർ മതനേതാക്കളെ കാണുമ്പോൾ മാത്രം ചിലർക്ക് വെപ്രാളമാണെന്നായിരുന്നു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസിന്റെ പ്രതികരണം. യേശുദേവൻ ഗലീലിയിലെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചാണ് MA ബേബി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ വിമർശനം തൊടുത്തുവിടുന്നത്. ആർച്ച് ബിഷപ്പിൻ്റേത് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയാണെന്നാണ് വിമർശനം. കുടിയേറ്റക്കാരായാലും അല്ലെങ്കിലും കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ നീതിബോധം പേറുന്നവരാണ്. അവർ ആർച്ച് ബിഷപ്പിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ലെന്നും MA ബേബി ഫേസ്ബുക്കിൽ കുറിച്ചു. വിഷയത്തിൽ പ്രതികരണവുമായി BJP നേതാക്കളും രംഗത്തെത്തി. തലയിൽ മുണ്ടിട്ടല്ല മതനേതാക്കളെ കാണാൻ പോയതെന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് പറഞ്ഞു. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ വ്രണപ്പെടുത്തിയ നാടകം അവതരിപ്പിച്ചത് BJP അല്ലെന്നും ഹരിദാസ്. പുറങ്കാലുകൊണ്ട് ചവിട്ടി കക്കുകളി എന്ന് പറയുന്ന ഒരു നാടകത്തിലൂടെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ആരും പ്രതികരിച്ചിട്ടില്ല. അതിൽ കാണിക്ക ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയപ്പോൾ ഉത്തരേന്ത്യ സംസ്ഥാനത്തിന് ഡൽഹിയിൽ മാത്രമല്ല കണ്ണൂരിൻ്റെ കലക്ടറേറ്റിന് മുമ്പിൽ ഇന്നലെ ഉണ്ടായത് നൂറുകണക്കിന് ആളുകളാണ്, സന്യാസി വര്യന്മാരാണ്, അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾ ധർണയിരിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ഏത് പാർട്ടിയുടെ ഏത് സംസ്ഥാനത്താണ്, ഏത് പാർട്ടി ഭരിക്കുമ്പോഴാണ്? ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ പാംപ്ലാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന നിലപാടിലാണ് BJP. സഭാ നേതൃത്വത്തിനെതിരെ എപ്പോഴും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള MA ബേബിയുടെ പ്രതികരണം CPM നേതൃത്വം ഏറ്റെടുക്കുമോ എന്നതാണ് ഇനി നിർണായകം. ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് മുജാഹിദ് പള്ളിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥന നടത്തിയ സുന്നി യുവാവിന് ക്രൂരമർദ്ദനം. പ്രാർത്ഥനയ്ക്കിടെ പള്ളിയുടെ സംരക്ഷണ ചുമതലയുള്ളയാൾ മർദ്ദിക്കുകയും ചുണ്ടുകൾ കടിച്ചു പൊട്ടിക്കുകയും ചെയ്തെന്നാണ് പരാതി. പള്ളിയിലെത്തുന്ന വിശ്വാസികളെ മർദ്ദിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും പട്ടാളപ്പള്ളി ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോടുള്ള ബന്ധുവിനെ സന്ദർശിച്ച് കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്നു ഷമൂൺ. പ്രഭാത പ്രാർത്ഥനയ്ക്കായി മാനാഞ്ചിറക്കടുത്തുള്ള പട്ടാളപ്പള്ളിയിൽ കയറി.
പെട്ടെന്ന് മടങ്ങേണ്ടതിനാൽ പള്ളിയുടെ അകത്ത് നടന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. പള്ളിയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്നയാൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചതിനെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് ഷമൂൺ. ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിച്ചു കഴിഞ്ഞു. പിന്നെ അയാൾ വന്നിട്ട് എന്താടോ താൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചു എന്ന് ചോദിച്ചു. ഇത് പുറത്തുനിന്നല്ല നിസ്കരിക്കേണ്ടെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് വന്ന് അടിക്കുക ചെയ്തു. കടിച്ചു. എൻ്റെ ചിറി കടിച്ചു വലിച്ചു. എളുപ്പട്ട് എൻ്റെ ചുണ്ട് കടിച്ചു വലിച്ചു. രക്ഷപ്പെടാൻ പള്ളിക്ക് പുറത്തേക്ക് ഓടിയെങ്കിലും മതിലിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ചു. നിലത്ത് മറിച്ചിട്ട് ചുണ്ടുകൾ കടിച്ചു കീറി. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷമൂണിന്റെ ചുണ്ടിൽ 8 തുന്നലുകൾ ഇട്ടിട്ടുണ്ട്. അപരിഷ്കൃതൻ എന്നർത്ഥം വരുന്ന ഖുറാഫി എന്ന് വിളിച്ചായിരുന്നു മർദ്ദനം. നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരാൾ വന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ തനിച്ച് നമസ്കരിച്ച്? ഇയാൾ പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്, നിങ്ങൾ ഇവിടെ ഖുറാഫാത്ത് ഉണ്ടാക്കാൻ വന്നതാണ്, നിങ്ങൾക്കതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്ത രീതിയിൽ പ്രതികരിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അതൊന്നുമല്ല. പക്ഷെ അത് പറയലും പിന്നെ അടിയും കഴിഞ്ഞു. ടൗൺ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മുജാഹിദ് വിഭാഗത്തിന്റെ നിയന്ത്രണത്തിൽ ഉള്ളതാണ് കോഴിക്കോട് പട്ടാളപ്പള്ളി. പള്ളിയിലെത്തുന്ന വിശ്വാസികളെ മർദ്ദിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പരിശോധിച്ച നടപടി സ്വീകരിക്കുമെന്നും പള്ളി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ലൈഫ് മിഷൻ കോഴക്കേസിൽ സന്തോഷ് ഷീപ്പിനെ ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസമാണ് കസ്റ്റഡിയിൽ വിട്ടത്. 23-ന് വീണ്ടും ഹാജരാക്കണം. 3 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് ഇഡി കോടതിയിൽ ആവശ്യപ്പെട്ടു. കലൂർ PMLA കോടതിയിലാണ് ഹാജരാക്കിയത്. സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയാണ് സന്തോഷ് ഈപ്പനെ അറസ്റ്റ് ചെയ്തത്. യൂണിടാക് MD ആയ സന്തോഷ് ഈപ്പനാണ് എല്ലാവർക്കും കോഴ നൽകിയിരിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ അല്പസമയം മുമ്പാണ് കലൂരിലെ PMLA കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് കസ്റ്റഡി അപേക്ഷ ED നൽകിയത്. 3 ദിവസത്തെ കസ്റ്റഡി വേണം. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ സന്തോഷ് ഈപ്പനിൽ നിന്ന് ലഭിക്കാനുണ്ട്. അതുകൊണ്ട് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കണം എന്നായിരുന്നു EDയുടെ ആവശ്യം. എന്നാൽ 23 വരെ കസ്റ്റഡി പോരെ എന്ന് കോടതി ചോദിച്ചു. എന്നാൽ അത് മതി എന്ന് കോടതിയോട് ED സമ്മതിക്കുകയായിരുന്നു. ഏതായാലും ഈ മാസം 23 വരെ ഇപ്പോൾ സന്തോഷ് ഈപ്പനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയം മുമ്പ് വരെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ മുൻ CEO ആയ UV ജോസിനെയും സന്തോഷ് ഈപ്പനെയും ഒരുമിച്ചിരുത്തിയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഏതായാലും UV ജോസിന് സന്തോഷ് ഈപ്പൻ ചില പാരിതോഷികങ്ങൾ നൽകിയോ അല്ലെങ്കിൽ കോഴപ്പണങ്ങൾ നൽകിയോ എന്നത് സംബന്ധിച്ച് ആശയ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് UV ജോസിനെ ഇന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. UV ജോസ് പറയുന്നത് തനിക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല, താൻ കരാർ ഒപ്പിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സന്തോഷ് ഈപ്പനെയും UV ജോസിനെയും ഒരുമിച്ചിരുത്തി ഇന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അല്പസമയം മുമ്പ് കോടതി ഈ കസ്റ്റഡി അനുവദിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. അല്പസമയത്തിനകം തന്നെ ഈ സന്തോഷ് ഈപ്പനെ കലൂർ PMLA കോടതിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. ശരി, നന്ദി സുബി. വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ലോ കോളേജ് പ്രിൻസിപ്പൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഇന്നും ചർച്ച നടത്തും. കഴിഞ്ഞ ദിവസം ചേർന്ന സമാധാന യോഗത്തിൽ പരിഹാരം കാണാത്ത പശ്ചാത്തലത്തിലാണ് ഇന്നും യോഗം ചേരുന്നത്. SFI നശിപ്പിച്ച കൊടിമരം KSU കോളേജ് ക്യാമ്പസിനുള്ളിൽ ഇന്ന് പുനഃസ്ഥാപിക്കും. ലോ കോളേജിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനാണ് പ്രിൻസിപ്പൽ നേരിട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മാനിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് KSU അറിയിച്ചു. 24 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് SFI ആവർത്തിക്കുന്നു. എന്നാൽ അധ്യാപികയെ ആക്രമിച്ച സംഭവം പ്രത്യേകമായി തന്നെ പരിഗണിക്കാനാണ് കോളേജ് മാനേജ്മെന്റ് തീരുമാനം. വിഷയത്തിൽ അധ്യാപികയുടെ തീരുമാനത്തിന് മുൻഗണന നൽകുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതിന് തൊട്ടുപിന്നാലെ അധ്യാപികയുടെ പരാതി വ്യാജമെന്ന് SFI ആരോപിച്ചിരുന്നു. കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് അധ്യാപികയുടെ തീരുമാനം. അതേസമയം കോളേജിലെ കൊടിമരം സംബന്ധിച്ച് ഹൈക്കോടതി വിധിയടക്കം ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ അധ്യാപകർ വിഷയം ഉന്നയിച്ചത്. SFI നശിപ്പിച്ച കൊടിമരം KSU ഇന്ന് പുനഃസ്ഥാപിക്കും. കൊടിമരങ്ങൾ ക്യാമ്പസിനുള്ളിൽ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ചേരുന്ന യോഗം അന്തിമ തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മാലിന്യ നിർമ്മാർജ്ജനത്തിന് സംസ്ഥാനത്ത് വലിയ മുൻഗണന കൊടുക്കണമെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ബ്രഹ്മപുരം തീപിടുത്തമെന്ന് ഹൈക്കോടതി. ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനും ജില്ലാ ഭരണകൂടത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ടാകണമെന്നും കോടതി പറഞ്ഞു. ജില്ലാ കലക്ടർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി,
മാലിന്യീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ എന്നിവർ ഓൺലൈനിൽ ഹാജരായി. ബ്രഹ്മപുരം വിഷയത്തിൽ സമരം ശക്തമാക്കാൻ കോൺഗ്രസ് കെപിസിസി പ്രസിഡന്റിനും പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തതുകൊണ്ട് സമരമില്ലാതാകില്ലെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. നഗരസഭാ ബജറ്റിൽ നിന്ന് ഉൾപ്പെടെ വിട്ടുനിൽക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കലാപാഹ്വാനത്തിനാണ് കെപിസിസി പ്രസിഡന്റിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നഗരസഭയിൽ നിന്ന് ഫയലുകൾ കടത്തിയെന്നതാണ് കൗൺസിലർ MJ അരിസ്റ്റോട്ടലിനെതിരെയുള്ള കേസിന്റെ കാരണം. ഓരോ ദിവസവും കൊച്ചിൻ കോർപ്പറേഷനിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വൈര്യം മുറുകുകയാണ്. കേസുകളെ നിയമപരമായി നേരിടാനും ബ്രഹ്മപുരം അഴിമതിക്കെതിരെയുള്ള സമരത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുമാണ് UDFന്റെ പൊതുവിലുള്ള തീരുമാനം. CPM ഓഫീസിൽ നിന്നാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അസഹിഷ്ണുതയാണ് ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെ സർക്കാർ പ്രകടിപ്പിക്കുന്നത്. അതിന് കേരളത്തിലെ നിയമപാലകരായിട്ടുള്ള പോലീസ് നിന്നുകൊടുക്കുകയാണ്. അവർക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും കോൺഗ്രസ് തീർക്കും. നഗരസഭാ ബജറ്റിന് മുന്നോടിയായുള്ള വികസന സെമിനാറിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതി നൽകിയെങ്കിലും പ്രതിപക്ഷം പൂർണ്ണമായും വിട്ടുനിന്നു. ഈ മാസം അവതരിപ്പിക്കേണ്ട ബജറ്റ് കൗൺസിലും ഇതേ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. മേയർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങുകളിൽ നിന്നെല്ലാം പ്രതിപക്ഷം വിട്ടുനിൽക്കും. ന്യൂസ് 18 കൊച്ചി. റെയിൽവേ സ്റ്റേഷൻ ശുചിമുറിയിൽ ഫോൺ നമ്പർ എഴുതിവെച്ച ആളെ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തി 5 വർഷമായി നിയമപോരാട്ടം നടത്തുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ വീട്ടമ്മ. ഭർത്താവിനോടുള്ള വിരോധത്താൽ വീട്ടമ്മയുടെ ഫോൺ നമ്പർ റെയിൽവേ സ്റ്റേഷനിൽ എഴുതിവെക്കുകയായിരുന്നു. ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയയാളെ കണ്ടെത്തിയത്. കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 2018 മെയ് 4 രാവിലെയാണ് സംഭവം. രാവിലെ വീട്ടമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ എടുത്ത ഉടനെ തമിഴിൽ അശ്ലീല സംഭാഷണം തുടങ്ങി. പിന്നീട് നിരവധി കോളുകൾ വീട്ടമ്മയുടെ ഫോണിലേക്ക് വന്നു. ഇതിനിടയിൽ കൊല്ലം സ്വദേശിയായ ഒരു യുവാവ് വിളിച്ച കോളിനിടയിലാണ് വീട്ടമ്മ കാര്യങ്ങൾ അറിയുന്നത്. ഫോൺ നമ്പർ എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആ യുവാവ് വാട്സാപ്പിൽ ചിത്രമെടുത്ത് അയച്ചു കൊടുത്തു. എഴുത്തിന്റെ കൈയക്ഷരം നല്ല പരിചയം തോന്നിയ വീട്ടമ്മ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയായിരുന്ന തന്റെ ഭർത്താവ് വീട്ടിൽ വെച്ചിരുന്ന മിനിറ്റ്സ് ബുക്ക് പരിശോധിച്ചു. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറിയിൽ എഴുതിയ അതേ കൈയക്ഷരം കണ്ടു. 2 കൈയക്ഷരവും ബാംഗ്ലൂരിലെ സ്വകാര്യ ലാബിലേക്ക് അയച്ച് പരിശോധനാ ഫലത്തിൽ ഒരാളുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. മുമ്പ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെന്റ് കേരളയിലും ഡിജിറ്റൽ സർവകലാശാലയിലും അസിസ്റ്റന്റ് പ്രൊഫസറായ ആളുടേതാണ് കൈയക്ഷരമെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് പോലീസിൽ പരാതി നൽകി. വൈരാഗ്യത്തിന് കാരണം വ്യക്തമായി. യുവതിയുടെ ഭർത്താവ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയായിരുന്നു. അതേ റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അയൽവാസിയും യുവതിയുടെ ഭർത്താവും തമ്മിലുണ്ടായ വിരോധത്തിന്റെ പേരിലാണ് ഇത്തരം ഒരു ക്രൂരത കാട്ടിയത്. പരാതിയിൽ കേസെടുത്ത പോലീസ് ഇപ്പോൾ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പട്ടികവർഗ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പ്രത്യേക നിയമനം വൈകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. 2018 തുടങ്ങിയ നിയമന പ്രക്രിയ വൈകിയത് കുറ്റകരമാണ്. സാധാരണ കാലതാമസമെടുത്താലും 2020 തൊഴിൽ കൊടുക്കേണ്ടതായിരുന്നുവെന്നും മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞത് 2018 അത്തരമൊരു തീരുമാനമെടുത്തത് സർക്കാർ ആലോചിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ തീരുമാനം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവർ അത് അതേ രീതിയിൽ നടപ്പിലാക്കാൻ തയ്യാറായില്ല എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. അത് കുറ്റകരമായ അനാസ്ഥയാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ നീക്കേണ്ടത് എന്ന് ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞാൽ നല്ലത്. കൊല്ലം അഞ്ചാലുമൂട് തീപിടുത്തം. നഗരസഭ പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിലാണ് തീപിടിച്ചത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു.
അങ്കമാലി കറുകുറ്റിയിൽ നിർമ്മാണം നടത്തിവരുന്ന കെട്ടിടത്തിന്റെ സ്ലാബുകൾ ഇടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശിയായ അലി ഹസർ, ജോണി ആന്റണി എന്നിവരാണ് മരിച്ചത്. കറുകുറ്റി ഫൊറോന പള്ളിക്ക് പിറകിൽ നിർമ്മാണത്തിലിരുന്ന 2 നില വീട് തകർന്നു വീണാണ് അപകടം. 3 പേർക്ക് പരിക്കുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. മുൻ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ.പി. ദണ്ഡപാണി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി കൊച്ചിയിലെ വീട്ടിൽ കഴിയുകയാണ് അന്ത്യം. 2011 മുതൽ 2016 വരെ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. 1972 ദണ്ഡപാണി അസോസിയേറ്റ്സ് എന്ന അഭിഭാഷക സ്ഥാപനത്തിന് തുടക്കമിട്ടു. 96 കേരള ഹൈക്കോടതിയിൽ 5 മാസം ജഡ്ജിയായി നിയമിച്ചെങ്കിലും പിന്നീട് ഗുജറാത്തിലേക്ക് സ്ഥലം മാറിയപ്പോൾ ജഡ്ജി പദവി ഉപേക്ഷിച്ച് എറണാകുളത്ത് തന്നെ പ്രാക്ടീസ് തുടരുകയായിരുന്നു. ജഡ്ജിമാരടക്കം നിയമരംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കൊച്ചിയിലെ വീട്ടിലെത്തി. സംസ്കാരം നാളെ കൊച്ചിയിൽ നടക്കും. ജ്യേഷ്ഠ സഹോദരനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. വയനാട് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ മനോഹരമായ ഒരു പാർക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. സാധാരണ പാർക്കല്ല, മുളയുടെ പാർക്ക്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികൾ നട്ടുനനച്ച് നിർമ്മിച്ച ചോല തുരുത്തെന്ന് പേരിട്ട മുളങ്കാടിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇനി. വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ഈ മനോഹരമായ പച്ചത്തുരുത്ത്. വെങ്ങപ്പള്ളി പുഴയോരത്താണ് ചോലത്തുരുത്തെന്ന് പേരിട്ട ഈ മുളങ്കാട് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ വൈവിധ്യവൽക്കരണവും ഇതിലൂടെ നടത്താൻ ഗ്രാമപഞ്ചായത്തിനായി. കനത്ത മഴവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കത്തിലും പുഴയോരം തകരാതെ കാത്തുസൂക്ഷിക്കാൻ ഈ മുളയുടെ തുരുത്ത് ഇവരെ സഹായിച്ചു. മുളന്തുരുത്തും പരിസരവും കൂടുതൽ മനോഹരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ഈ പച്ചത്തുരുത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ പുഴയോരങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ഇത് ആസൂത്രണം ചെയ്താൽ എന്തായിരുന്നു എന്നൊരു ആശയം ഒതുക്കുകയും ഒരു ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി ആരംഭിച്ചത്. 2020 പ്രളയത്തിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് നന്നാവും. പിന്നീട് വന്ന എല്ലാ പ്രളയത്തെയും ഇത് അതിജീവിച്ച് പ്രളയം വന്ന് വെള്ളം കയറും, വെള്ളം അങ്ങ് ഇറങ്ങിപ്പോവും. സ്വാഭാവികമായിട്ട് ഇതിന് മറ്റ് ഒരു പ്രശ്നവും ഉണ്ടാകാതെ വന്നു. മാത്രമല്ല ഇത് തൊഴിലുറപ്പ് സംവിധാനത്തിലെയും അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഞങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാടുവെട്ടിയും തൈനട്ടും നനച്ചും ഏറെ പണിപ്പെട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ മുളങ്കാട് ഒരുക്കിയത്. സിനിമാ ഷൂട്ടിങ്ങിന് ഉതകുന്ന തരത്തിൽ മനോഹരമാണ് ഇവിടം ഇപ്പോൾ. ഫസ്റ്റ് ഇത് മൊത്തം കാടായിരുന്നു. അത് എല്ലാവരും ഫസ്റ്റ് ചെത്തി നന്നാക്കിയിട്ടാണ് പിന്നെ തൈ വെച്ചത്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ മുള തൈയൊക്കെ വെച്ച് ഈ പുഴയോരവും മുളങ്കാടുകളും കൂടുതൽ മനോഹരമാക്കാനും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനുമാണ് ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും തീരുമാനം. ഒരു ജൈവ വൈവിധ്യ പാർക്കായി ചോലത്തുരുത്തിനെ മാറ്റണമെന്നാണ് ഇവരുടെ അഭിലാഷം. ന്യൂസ് 18 വയനാട്. പട്ടികളെയും പൂച്ചകളെയും പക്ഷികളെയും വളർത്തുന്നത് നമുക്കിടയിൽ സാധാരണമാണ്. എന്നാൽ തവളകളെ സ്വന്തം അരുമകളായി കാണുന്ന ഒരു കുടുംബമുണ്ട് കാസർഗോഡ്. റിപ്പോർട്ടിലേക്ക്. കോയാമ്പുറത്തെ ഗീതയ്ക്കും കുടുംബത്തിനും തവളകൾ എന്നാൽ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ്. 3 വർഷം മുൻപ് ഒരു മഴക്കാലത്താണ് വീട്ടുമുറ്റത്തേക്ക് വലിയ തവളയെത്തുന്നത്. സ്നേഹത്തോടെ പരിചരിച്ച തവള വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത പുഴയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. എന്നാൽ തവള വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ ബക്കറ്റിൽ വെള്ളം നിറച്ച് ഇവയെ സംരക്ഷിച്ചു. തവള ഇപ്പോൾ ഇവരുടെ അരുമയാണ്. കയ്യിലെടുത്ത് തലോടാം, ഒപ്പം കൊണ്ടുപോകാം. മകൾ ആരതിയും ഇവരുടെ കൂട്ടുകാരിയാണ്. ഇപ്പോൾ 6 വലിയ തവള ഗീതയുടെ അരുമകളായി വളരുന്നു. ഇതൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് ഒരു 3-4 വർഷം മുന്നേ നമുക്കിവിടെ വന്ന സമയത്ത് ആദ്യമല്ല ഇത് മണ്ണിലാണ് ഉണ്ടായത്. മണ്ണിൽ താമസിക്കും. പിന്നെ നമുക്കിവിടെ സ്ഥിരം കോഴി വളർത്തുന്നതാണ്. അങ്ങനെ കോഴി വളർത്തുന്ന സമയത്ത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇത് ഭക്ഷിക്കും. ഇത് ഭക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ 1-2 പ്രാവശ്യം അടുത്തുള്ള പുഴയിലും അടുത്തുള്ള തോട്ടിലെല്ലാം കൊണ്ട് ഉപേക്ഷിച്ചതാണ്. നമ്മൾ ഒരു സന്തോഷത്തോടെ വന്നിരിക്കുന്ന സമയത്ത് 2-3 ദിവസം കഴിയുമ്പോൾ ഇത് ആദ്യം വന്നിട്ട് ആ മണ്ണിൽ തന്നെ അതേ സ്ഥലത്ത് അവിടെ കിടക്കും.
തവളയ്ക്ക് പുറമെ 8 പൂച്ചകളും 2 നായ്ക്കളുമുണ്ട്. എല്ലാത്തിനും പിന്തുണയുമായി ഭർത്താവ് കാലിച്ചാനടുക്കം ഹൈസ്കൂൾ അധ്യാപകനായ KP ബാബുവും മക്കൾ അശ്രുതിയും ആരതിയും ഇവർക്കൊപ്പമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ജിയോ 5G സേവനം ഇനി മുതൽ കണ്ണൂർ തളിപ്പറമ്പിലും. ജിയോ ട്രൂ 5Gയുടെ ഉദ്ഘാടനം തളിപ്പറമ്പ് ഡിവൈഎസ്പി വിനോദ് MP നിർവഹിച്ചു. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ കല്ലിക്കൽ പത്മനാഭൻ, മുനിസിപ്പാലിറ്റി പ്ലാൻ കോർഡിനേറ്റർ ഷാജി എന്നിവർ സന്നിധരായിരുന്നു. ജിയോ ഏരിയ മാനേജർ സുരേഷ് ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തളിപ്പറമ്പ് സെന്റർ മാനേജർ നിഷിൽ പ്രതാപ്, മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.